ഹായ് ഗായ്സ്, ഇന്ന് സൺഡേ ആണ്. ഇന്ന് എനിക്ക് ഓഫ് ആയതുകൊണ്ട് ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. എഴുന്നേറ്റ് വന്നപ്പോൾ ഉച്ചയായി. ഞാൻ ചടപടേന്ന് റെഡിയായി. ഞാൻ ലിഫ്റ്റ് വഴി ഞാൻ താഴെ എത്തി. ഇവിടെ കുറച്ച് അതിഥികളുണ്ട് കേട്ടോ. ഇവിടെ റെന്റ് കൊടുക്കാതെ താമസിക്കുന്ന ഒരേ ഒരു അതിഥികളാണ്. അങ്ങനെ ഞാൻ അതിഥികൾക്കൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. പുറത്ത് ഭയങ്കര ചൂടാണ്. യുഎയിൽ പൊതുവെ ഇപ്പോൾ ചൂടുള്ള സമയമാണ്. പുറത്തിറങ്ങിയാൽ കരിഞ്ഞു പോകുന്ന അവസ്ഥ. എന്നാലും സാരമില്ല, എൻ്റെ വീഡിയോ എടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ആ പൊരി വെയിലത്ത് ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തായ ഡെസ്റ്റിനേഷനിലേക്ക് നടന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇതിനകത്തുണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ ഞാൻ ഡെസ്റ്റിനേഷനിലെത്തി. കുറച്ച് നേരം വായി നോക്കി നിന്നപ്പോഴേക്കും എൻ്റെ ബസ് വന്നു. ഞാൻ എൻ്റെ ബസ്സിൽ കയറി ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാനുള്ള യാത്രയിലാണ്. അങ്ങനെ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിൽ ഞാൻ ബസ്സിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് മുഷ്രിഫ് മാളിൻ്റെ ഫ്രണ്ടിലാണ്. ഇന്ന് ഞാനിവിടെ വന്നതിനൊരു പ്രധാന കാരണമുണ്ട്. ഇന്നിവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. അത് ഞാൻ എല്ലാവർക്കും ഞാൻ വഴിയെ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ മുഷ്രിഫ് മാളിൻ്റെ അകത്തേക്ക് ഞാൻ പ്രവേശിച്ചു. നേരത്തെ ഇറങ്ങിയത് കൊണ്ട് ഫുഡ് കഴിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ നേരെ പോയതൊരു കഫ്റ്റീരിയയിലേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും ഞാൻ ആ കഫ്റ്റീരിയയിൽ നിന്നൊരു ചായ കുടിക്കാറുണ്ട്. അതെനിക്ക് സ്പെഷ്യലാണ് ഗൈസ്. ഞാൻ യുഎയിൽ വന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചായ അതാണ്. അത് കുടിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ വരാറുണ്ട്. അങ്ങനെ ഞാൻ കഫ്റ്റീരിയയിൽ പോയി ഒരു ചായ കുടിച്ചു. അവിടെ കറക്റ്റ് എന്നാണ് പറയുന്നത്. ചായയും ഒരു കേക്കും കഴിച്ചു. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. സൂപ്പർ ടേസ്റ്റാണ്. ഇവിടെ വരുന്നവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളും കണ്ട് ചായയൊക്കെ കുടിച്ച് ഞാൻ അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾക്ക് ആ സർപ്രൈസ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പലതരം കാറുകളുടെ ഒരു ബിഗ് കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടി ഇത്ര സൂപ്പറാണ്. അങ്ങനെ കാറുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ കുറേ നേരം അവിടെ തന്നെ ഇരുന്നത്. ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് കേട്ടോ ഓരോ കാറിൻ്റെ. അങ്ങനെ കാറിൻ്റെ ഷോയും ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ സെക്കൻഡ് ഫ്ലോറിലെത്തി. സെക്കൻഡ് ഫ്ലോറിലെ ഡ്രസ്സുകളുടെ ഒരു ബിഗ് കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് വാങ്ങിക്കാനുള്ള ബഡ്ജറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കടകൾ ഓരോന്നിങ്ങനെ കയറി ഇറങ്ങി അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഓരോ ഡ്രസ്സിൻ്റെ മോഡലുകളൊക്കെ ഇങ്ങനെ നോക്കി ഞാൻ നടന്നു. എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അതിൽ കയറി 2-3 ഡ്രസ്സൊക്കെ ഡ്രസ്സിങ് റൂമിൽ പോയി ഇട്ട് നോക്കി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അടുത്തത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറി. അവളുടെ കുട്ടികളുടെ ടോയ്സിനും കാറുകൾക്കും ബൈക്കുകൾക്കും ഒക്കെ 50% ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അതിൻ്റെ പകുതി വിലയ്ക്കാണ് എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത്. അങ്ങനെ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇവിടെയും എനിക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ഒക്കെ ഇങ്ങനെ നടന്നു. അവിടുത്തെ മിററിലൊക്കെ പോയിട്ട് ഞാൻ ഓരോ സെൽഫി എടുത്ത് ഞാൻ എന്നിട്ട് ലുലു മാളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ മാളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു. എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ബഡ്ജറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനൊന്നും നിന്നില്ല. ഞാൻ എങ്ങനെയാണോ കൈവച്ച് വന്നത് ഞാൻ അതുപോലെ തന്നെ പോയി തിരിച്ചിറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി മുഷ്രിഫ് മാളിലെ സൗന്ദര്യം ഞാൻ ഒന്നും കൂടി ആസ്വദിച്ചിട്ട് ഞാൻ ബസ് കയറാനായിട്ട് പോയി. ബസ് കയറണമെങ്കിൽ റോഡ് കടന്ന് അപ്പുറത്ത് പോകണം. അപ്പുറത്ത് പോകാൻ ഇവിടെ ലിഫ്റ്റുണ്ട്, സ്റ്റെപ്പുണ്ട്. പക്ഷെ എൻ്റെ ഭാഗ്യം നല്ലതായതുകൊണ്ട് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് കയറി ഞാൻ അപ്പുറത്തെത്തി. അധികം നേരം അവിടെ നോക്കി നിൽക്കേണ്ടി വന്നില്ല. ബസ് വന്നു. അങ്ങനെ ബസ്സിൽ ഞാൻ എൻ്റെ റൂമെത്തി. അവസാനം വരെയും എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ സഹിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി. ഈ വീഡിയോയിൽ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും, കാരണം ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.